പിന്നെ ഈ ഒരു എൻറ്റയർ ഇയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കേരളം കളിച്ചിരിക്കുന്നത്. നമ്മൾ 3 പേരും മാറി 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 കളിച്ച് പെർഫോം ചെയ്യും. അതെപ്പോഴും ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമുക്ക് അതിലൊക്കെ എടുത്തു പറയാനുള്ളത് ജലജ് സക്സേന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, ബൗളിങ്ങിൽ എടുക്കുന്ന വിക്കറ്റ്സും അത് കുറെ വർഷങ്ങളായിട്ട് പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കേരളത്തിന് വേണ്ടി. എത്രയോ കാലങ്ങളായിട്ട്. ഇപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ്സും എനിക്കൊരു 400 തന്നെ നമുക്ക് റെയർ ആയിട്ട് കാണുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഈ സർവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ക്രിക്കറ്റർ, ആദിത്യ സർവത്തെ വിദർഭന്റെ പ്ലെയർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഹ്യൂജ് ആണ്. ഓക്കെ, ഒരു ഹൈലി വിക്കറ്റ് ടേക്കർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും പക്ഷെ എക്സ്പീരിയൻസ് ഹ്യൂജ് ആണ്. കുറെ മാച്ചസ് കളിക്കുന്നു, അവർ 1-2 പ്രാവശ്യം ചാമ്പ്യൻസ് ആകുമ്പോൾ അതിന്റെ ഭാഗമാവുന്നു, ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ മാച്ചസിലാണ് ഈ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ. അപ്പൊ ഈ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒന്നും വേണ്ട, നമ്മളിവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന തന്നെ കേരളം ഫൈനൽ വന്നോണ്ടാണ്.